അപ്പോൾ ഇനി എന്താണ് ഭാവി പരിപാടികൾ? കുറച്ചുകൂടി എഴുതണം എന്ന് നമുക്ക് ആഗ്രഹമുണ്ട്. പിന്നെ കുറച്ച് വീഡിയോസ് ചെയ്യണം. പിന്നെ വയസ്സൊക്കെ എത്രയായില്ലേ, അങ്ങനെയാണ് അധികകാലമൊന്നും ഇല്ല ഇനി. അത് വളരെ വളരെ എന്താ പറയുക, തിരക്ക് പിടിച്ച ഒരു ലൈഫാണ് ഇപ്പോൾ ശരി. കുറേ ഇതുപോലെയുള്ള കാര്യങ്ങളല്ല ചെയ്യുന്നത്. കുറേ എഴുതുന്നു, കുറേ വായിക്കുന്നു, പിന്നെ യാത്ര ചെയ്യുന്നുണ്ട് നന്നായിട്ട്. അങ്ങനെ ആകുമ്പോൾ സമയമില്ല, വേഗം എരിഞ്ഞു തീരാനുള്ള ഒരു സംഭവമാണിത്. ഒരു ആത്മീയ ലൈനിലോട്ട്, ആത്മീയ ലൈനാണ് ശരിക്കും. ആത്മീയത ഭയങ്കര രസമേ. ഇത്രയാണ് ആത്മീയത വെച്ചാൽ വളരെ ജീവിതത്തെ പറ്റി വളരെ സീരിയസ് ആയിട്ടൊക്കെ പറയാം. അപ്പൊ ആൾക്കാർ ഭയങ്കര ഭയങ്കര ആത്മീയന എരിഞ്ഞു തീരാ അങ്ങനെയൊക്കെയുള്ള വാക്കുകളൊക്കെ ഉപയോഗിക്കുക. പിന്നെ ജീവിതത്തിന്റെ നിഷ്ഫലതയെ പറ്റി പറയാ. അല്ലെ, അതൊക്കെ പറഞ്ഞാൽ വലിയ, നമ്മുടെ നാട്ടിലൊക്കെ വലിയ പേര, എല്ലാ നാട്ടിലും ഇതിന് വലിയൊരു സംഭവമാണ്. ഇപ്പൊ നമ്മളതിനെ കുറച്ചും കൂടി ഇപ്പൊ ഈ വാക്ക് വന്നപ്പോഴേക്കും നിങ്ങള് സത്യത്തിൽ അതൊരു എല്ലാവർക്കും പറയാവുന്നൊരു വാക്കല്ലേ. അല്ല, മരണം എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അത് അല്ല, പക്ഷെ മരണം എന്ന ഈ സാധനം വെച്ചാണ് ഈ കംപ്ലീറ്റ് മതത്തിന്റെ കച്ചവടം എന്നുള്ളതാണ് സത്യം. മരിച്ചു കഴിഞ്ഞാൽ എവിടെ പോകും? മരണഭയമാണ്, ഇൻസ്റ്റന്റ് ആണെന്ന് എനിക്ക് തോന്നുന്നു. മരണഭയമാണ് ഏറ്റവും ബേസില്ലാത്ത ഭയം. കാരണം മരിച്ച ആൾക്ക് എന്തിനെങ്കിലും പറ്റി പേടിക്കാനുണ്ടോ? പക്ഷെ അതിനെ അയാളെ ധരിപ്പിച്ചു വെച്ചുള്ളത് ഇതൊരു സാധാ ഇന്നിങ്സ് ആണ് ഇപ്പൊ നടക്കുന്നത്. ഇതിന് ശേഷം ഒരു ഇന്നിങ്സ് ഉണ്ട്. നമ്മൾ വിചാരിക്കും ഇതൊക്കെ ആൾക്കാര്, നമ്മള് മനുഷ്യരൊന്നും ഇത് വിശ്വസിക്കുന്നില്ല. എല്ലാ ആളുകളും 100-99% പേരും ഈ കോൺസെപ്റ്റിലൊക്കെ വിശ്വസിക്കുന്നുണ്ട്. പിന്നെ അല്ലാണ്ട് എന്തിനാണ് ഈ ആളുകൾ ഈ ആലുവ മണപ്പുറത്തൊക്കെ മരിച്ചവരുടെ ദിവസത്തിന് പോണത്? ആത്മാവുണ്ട് എന്നുള്ളത് കരുതിയിട്ടല്ലേ. ആത്മാവ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റുള്ളിടത്തോളം ചില ആളുകൾ ഇതിനൊക്കെ നല്ല നല്ല കച്ചവടം ചെയ്യാൻ പറ്റും. ഈ ആത്മാവിനെ വെച്ചാണ് ഈ മതങ്ങളൊക്കെ കച്ചവടം ചെയ്യുന്നതും ജീവിക്കുന്നതും. ഇത് എന്തൊരു കഷ്ടം. ഇത് നിങ്ങൾ ഈ ആത്മാവിനെ കുറ്റം പറഞ്ഞുകൊണ്ട് വന്നതാണ് ഇതൊക്കെ. അപ്പൊ ആത്മാക്കളാണ് ഇത് വരുന്നല്ലേ. ഇത് മറ്റേ സാധനം വരാത്ത ഞാൻ നമ്മൾ പറഞ്ഞത് ആത്മാവല്ലേ. ഇപ്പൊ ഒന്ന് എന്തൊരു കഷ്ടമായിരുന്നു. ഓരോ നിമിത്തങ്ങളാണ്. അതായത് അപ്പൊ ഈ ആൾക്കാരൊക്കെ ഇന്നും എന്നും ഈ ഭയം എന്ന് പറയുന്ന സാധനം, മരണത്തിന് ശേഷമുള്ള ഒരു ഭയമുണ്ട്. ഈ മരണത്തിന് ശേഷം മനുഷ്യരെയൊക്കെ പിന്നെയും കാണണേ സ്വപ്നത്തില്. പ്രാചീന മനുഷ്യനാകെ കൺഫ്യൂഷൻ ഒരു സംഭവമാണ്. മരിച്ചുപോയ ആളുകൾ ജീവിച്ചിരിക്കുന്ന ആളുകളെ പോലെ തന്നെ പെരുമാറിക്കൊണ്ട് സ്വപ്നത്തിൽ വരുന്നു. ഇങ്ങനെയാണ് ആളുകളുടെ ആദ്യത്തെ അങ്ങനെ മരിച്ചാലും നിലനിൽക്കുന്നൊരു സാധനം ഉണ്ടെന്നുള്ളത് ആളുകൾക്ക് തോന്നുന്നത്. അവിടെയാണ് ഈ പ്രേതം എന്ന് പറയുന്ന കോൺസെപ്റ്റിനേക്കാൾ ഉപരി ഈ പറഞ്ഞ മരിച്ചവരുടെ ആത്മാവിനെ ആത്മാവുണ്ട് എന്നുള്ളൊരു എന്തൊരു സാധനം ഉണ്ടെന്നുള്ളത് ആളുകൾക്ക് മനസ്സിലായി. അങ്ങനെ മരിച്ചുപോയവർക്ക് മാത്രമല്ല ആത്മാവെന്ന് മനസ്സിലാക്കുന്നുണ്ട്. ചില മരങ്ങൾക്ക് ആത്മാവുണ്ട്, വൃക്ഷങ്ങൾക്ക്, വിശുദ്ധ വൃക്ഷങ്ങളുണ്ട്. ചില മൃഗങ്ങൾക്ക് ആത്മാവുള്ളതുണ്ട്, വിശുദ്ധ പശു, ഭയങ്കര സംഭവങ്ങളാണ്. അപ്പം മനുഷ്യരുടെ ഒരു വിശ്വാസത്തിൻ്റെ ആദ്യ പ്രാചീന വിശ്വാസം എന്ന് പറയുന്നത് ഈ ആത്മാവിലുള്ള വിശ്വാസമാണ്. അതാണ് പിന്നീട് നമ്മളീ പറയുന്ന സംഭവം ഈ ദൈവങ്ങളൊക്കെ ആയിട്ട് മാറുന്നത്. നമ്മുടെ നാട്ടിൽ, കേരളത്തിൽ പലയിടത്തുനിന്നും നമുക്ക് കാണാൻ കഴിയും. പഴയ കാലങ്ങളിലൊക്കെ നമ്മുടെയൊക്കെ ഒരു ചെറുപ്പകാലങ്ങളിൽ പല വീടുകളിലും കല്ലുകളൊക്കെ വെച്ചിട്ടുള്ള, ചില കല്ലുകൾ വെച്ചിട്ടുള്ളതൊക്കെ കാണാൻ കഴിയും. ഈ പൊതുവായുള്ള ചില സ്ഥലങ്ങളിൽ നിന്ന് വീരക്കല്ലുകൾ എന്ന് പറയുന്ന സാധനങ്ങൾ, നാടുകല്ല് എന്നൊക്കെ പറഞ്ഞ സാധനങ്ങളൊക്കെ കുഴിച്ചെടുക്കുന്നുണ്ട്. ഇതൊക്കെ ഒരു ഗോത്രത്തിനോ ഒരു സമുദായത്തിനോ വേണ്ടി മരിച്ച, പടവെട്ടിയോ അവരുടെ ഐശ്വര്യത്തിന് വേണ്ടിയോ മരിച്ചുപോയ ആളുകളുടെ സ്മരണയ്ക്ക് വെക്കുന്ന കല്ലുകളാണ്. ഈ കല്ല് ഇത് ആ മരിച്ചുപോയ ആളുടെ ഒരു 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 ചൈതന്യം, ഒരു സാധനം അതിൻ്റെ ഉള്ളിൽ വിളയാടുന്നുള്ള കോൺസെപ്റ്റിലാണ് അത് വെക്കുന്നത്. ഇവിടെ പോയി വിളക്ക് വെക്കുകയും അതിന് തൊഴുകയും ചെയ്യുന്നത്. ഇതിൽ നിന്നാണ് പിന്നീട് വരുന്ന വിഗ്രഹങ്ങളൊക്കെ ഉണ്ടായിട്ട് പിന്നീട് വരുന്നതാണ് ഈ കല്ലാണ് ഇതിൻ്റെത്. ചാത്തനായാലും മുത്തപ്പനായാലും എല്ലാം ഈ കല്ലാണ്. ശബരിമല അയ്യപ്പനായാലും കല്ല് തന്നെ. ഇതൊക്കെ ഈ വീരാരാധനയിൽ നിന്നിട്ട് വരുന്ന സാധനം. അതിൻ്റെ ബേസ് ആത്മാവാണ്. നമ്മൾ നിസ്സാരമായിട്ട് പറയും ഈ ആത്മാവ് മറ്റേത് പറയാം. ഇന്നിങ്സിൽ ആളുകൾക്ക് നല്ല വിശ്വാസമാണ്. മരിച്ചു കഴിഞ്ഞാൽ വേറൊരു ഇന്നിങ്സ് ഉണ്ടെന്ന്. ഇന്ത്യയിലെ
പരിപൂർണമായ ആളുകൾ തന്നെ നമുക്ക് പറയാം, കുറച്ച് യുക്തിവാദികൾ ഒഴിച്ച് എല്ലാവരും വിശ്വസിക്കുന്നുണ്ട്. ഉറപ്പായിട്ടും അവരത് കരുതുന്നു. പിന്നെ ചിലർ നന്മ ചെയ്യുന്നത് പോലും ഈ കാര്യം ആലോചിച്ചിട്ടാണ്. കാരണം ഇഹലോകത്ത് എന്തെങ്കിലും നന്മ ചെയ്താലാണ് പരലോകത്ത് പോയാൽ നിങ്ങൾക്ക് അവിടെ നല്ല ഇന്നിങ്സ് കളിക്കാൻ കഴിയുള്ളൂ. സ്വർഗത്തിൽ എങ്ങനെയാണ്, സ്വർഗത്തിലെ ഒരു ഞാൻ ഇന്നലെ പറഞ്ഞിട്ട് സ്വർഗത്തിലെ ഒരു വരം, ഒരു പഴത്തെ പറ്റി പറയണ്ടായിരുന്നു, ഓറഞ്ചോ, അത് ഒരെണ്ണം പറിച്ചാൽ അപ്പം തന്നെ 2-3 അവിടെ പ്രത്യക്ഷപ്പെടും. അതിങ്ങനെ കൊലകൊലാന്ന് ഇങ്ങനെ നിൽക്കണം നേരത്ത്, അങ്ങനെ പറയുന്ന ഒരു വർണ്ണനുണ്ട്. അതുപോലെ സ്ത്രീകളെ പറ്റിയിട്ട് പറയണമെങ്കിൽ എത്ര ഒരു നമ്പർ ഊറീസ് ഉണ്ട്. അത് ഓരോ മതത്തിൻ്റെയും ഓരോ ഇതിന് കോൺസെപ്റ്റാണ് ഇങ്ങനെ സ്വർഗത്തിൽ. അപ്പം ഈ ഇന്നിങ്സ് അവിടെ പോയിട്ട് കളിക്കാനുള്ള ആളുകളാണ്. ഇവിടെ ചിലർ നന്മ വരെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പം ഇതൊരു നിസ്സാരമായിട്ടൊരു കാര്യമായിട്ട് നമുക്കിപ്പോൾ കരുതാൻ കഴിയില്ല. ഇനി സജീവൻ മരിച്ചിട്ട് അവിടെ മരിച്ചു എന്ന് വിചാരിക്കുക, മരിച്ചു കഴിഞ്ഞ് അവിടെ ചെന്നിട്ട് ശരിക്കും ഒരു ആത്മാവ് ഉണ്ടെങ്കിലോ? ആത്മാവ് ഉണ്ടാവാൻ യാതൊരു സാധ്യതയില്ലല്ലോ. ആത്മാവ് മരിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഒരു ദൈവം മരിച്ചു കഴിഞ്ഞ് ചെല്ലുമ്പോ ദൈവം അങ്ങനെ പ്രത്യക്ഷപ്പെടാൻ പുള്ളിയോട് എന്ത് പറയും? ഇതൊരു ഭാവനയിലുള്ളൊരു ചോദ്യമാണ്. കാരണം വെച്ചാൽ ഞാൻ ഇക്കണ്ട കാലം ജീവിച്ചു നേടിയുള്ള അറിവ് അങ്ങനെ ഒരു സംഭവം ഇല്ല. അതാണ്. പിന്നെ ഞാനത് ഭാവനയെ കണ്ട് ചോദിക്കേണ്ട കാര്യമില്ല. ഞാനൊരു ഫിക്ഷൻ എഴുതുന്ന ഒരാളല്ല. നമ്മൾ പുതിയ കഥകൾ ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നവരാണ്, പഴയ കഥകൾക്ക് പകരം. ഈ പഴയ കഥ ആളുകൾ എന്നെ പൂരിപ്പിച്ചോട്ടെ, നമ്മൾ ഈ പുതിയ കഥ ഉണ്ടാക്കാനില്ല. ഇതൊരു അത്തരം ഒരു കഥകൾ നമ്മൾ ഉണ്ടാക്കേണ്ട യാതൊരു ആവശ്യമില്ല. അങ്ങനെ ഒരു സംഭവമേ ഇല്ല. കാരണം ഒരു ആത്മാവ് എന്ന് പറയുന്ന സംഭവം വെറും ഓർമ്മ, നമ്മുടെ ഭാവനയിൽ മാത്രം നിലനിൽക്കുന്നതാണ്. അത് ഈ പറഞ്ഞ പോലെ ഷെയർഡ് യാഥാർത്ഥ്യം, എല്ലാ ആളുകളും വിശ്വസിക്കുന്നത് കൊണ്ട് മാത്രം നിൽക്കുന്ന ഒരു സാധനമാണ്. അല്ലാണ്ട് അതിന് അതൊന്നും ഒരു യാഥാർത്ഥ്യം ഇല്ല എന്നുള്ള കാര്യത്തിൽ ഇനിയിപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇനി വേറെ പരീക്ഷണം നടത്തേണ്ട യാതൊരു കാര്യമില്ല. അങ്ങനെ ഒരു സംഭവമേ ഇല്ല. 100% ഉറപ്പുള്ളൊരു കാര്യത്തിന് വേണ്ടി ഞാൻ എന്തിനാണ് പിന്നെ ചെയ്യുന്ന കാര്യം? അപ്പോൾ ഇനിയും യാത്ര ചെയ്യാൻ കഴിയട്ടെ, ഇതിന്റെ 2ാം ഭാഗം വരാൻ കഴിയണം. പിന്നെ നേരത്തെ എന്നോട് പറഞ്ഞ പോലെ മരിക്കുന്നതിന് മുമ്പ് ഒരു സിനിമ ചെയ്യാൻ കഴിയട്ടെ, അത് സൂപ്പർ ഹിറ്റ് ആവട്ടെ. എല്ലാവരും സജീവൻ പറയുന്ന കഥ മലയാളികൾ മുഴുവൻ കേൾക്കട്ടെ, എൻജോയ് ചെയ്യട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. വളരെ സന്തോഷം നിങ്ങളുടെ ഇന്റർവ്യൂ. ഞങ്ങളുടെ പ്രേക്ഷകരോട് അവസാനമായിട്ട് ഇതിന് പറയാനുണ്ട്. അങ്ങനെ ചോദ്യം ശരിയല്ല എന്നുള്ള നിങ്ങളുടെ പേരാണ് ഏറ്റവും അട്രാക്റ്റീവായിട്ടുള്ളൊരു സംഭവം. എന്നിട്ട് പോലും ഇത് നേരെയാവാത്തൊരു കാര്യമാണെന്ന് മനസ്സിലാക്കിയിട്ട് പോലും നിങ്ങളെ ഫോളോ ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ച് എനിക്ക് വളരെയധികം, അവരിൽ എനിക്ക് വളരെ പ്രതീക്ഷയുണ്ട്. കാരണം അവർ മുൻപേ മനസ്സിലാക്കിയത് മൊത്തം ശരിയല്ല അത്, എന്നിട്ട് പോലും ഫോളോ ചെയ്തു. ഒരു നിസ്സാരക്കാരല്ലല്ലോ. അപ്പോൾ അവരോട് നമ്മളുടെ വീഡിയോസൊക്കെ എല്ലാം കാണണം, നമ്മളുടെ ഒപ്പം ഉണ്ടാവണം. ഇതന്നെയാണ് എനിക്ക് പറയാനുള്ളത്. നന്ദി. താങ്ക് യു.